ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ? മീനിനൊക്കെ ഇപ്പം എന്താ വിലയല്ലേ? ഒരുപാട് വില ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ നാട്ടിലേക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഇപ്പം എല്ലായിടത്തും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേര് പള്ളത്തി എന്നാണ്. പള്ളത്തി മാത്രമല്ല, ആ കൂട്ടത്തിൽ കരിമീൻ്റെ കുഞ്ഞുങ്ങളുമുണ്ട്. കുഞ്ഞുങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വലുതാകാത്ത കരിമീൻ, തുമ്പച്ചി കുഞ്ഞെന്നാണ് ഈ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ആ മീനൊക്കെ കൂടി ഒരുമിച്ചങ്ങാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിനെ വെല്ലാനായിട്ട് ഒരു മീനെ കൊണ്ടും സാധിക്കില്ല. കാരണം കടൽ മത്സ്യങ്ങളൊക്കെ മാറി നിൽക്കും സാധാരണ രീതിയിൽ നമ്മളുടെ നാടൻ മത്സ്യങ്ങളുടെ മുമ്പിൽ. അപ്പൊ നല്ല എരിവും പുളിയും ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ചോറ് കഴിക്കാനായിട്ട് വേറെ ഒന്നും തന്നെ വേണ്ടി വരില്ല. അപ്പോൾ അതേ നമ്മളുടെ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി നല്ലപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാന്താരി മുളക് ഒരു സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ കറിയിലൊക്കെ കാന്താരി മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക രുചി തന്നെയാണല്ലോ. പിന്നീട് മുളക് പൊടി, കറിവേപ്പില, കുടംപുളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഉണ്ട്. കുടംപുളിയിട്ടാണ് സാധാരണ രീതിയിൽ നാടൻ മീൻ കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും, അതായത് മീൻ മുളകിട്ടൊക്കെ വെക്കുമ്പോഴത്തേക്കും കൂടുതൽ രുചികരമായിട്ട് തോന്നുന്നത്. പിന്നീട് സാധാരണ രീതിയിൽ നമുക്ക് ഏത് പുളി വേണമെങ്കിലും ചേർക്കാം, മാങ്ങ വേണമെങ്കിൽ ചേർക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ എന്തായാലും നമുക്കൊരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, ഉലുവ ഇട്ട് കൊടുക്കാം, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും ഒക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മീൻ മുളകിട്ടത് ഉണ്ടാക്കുമ്പോഴത്തേക്കും എന്നും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടി രുചിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളുടെ കൂട്ടുകളൊക്കെ ഇവിടെ കിടന്ന് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മൊരിഞ്ഞങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ആവശ്യത്തിന് അങ്ങോട്ട് കറിവേപ്പില അങ്ങോട്ട് വെതറി അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ അത് ആ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളകും കൂടെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം കാന്താരി മുളക് കിട്ടുന്ന സമയത്ത് മീൻ കറിയിലോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയിലോ ഒക്കെ കാന്താരി മുളകൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ തന്നെയുണ്ടാവും. കാരണം ഒരു പ്രത്യേക രുചി തന്നെയാണത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം കാന്താരി മുളകിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മളുടെ മസാലയുടെ ആ കളർ തന്നെ ഒന്ന് നോക്കിക്കേ, എന്താ ഒരു ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് പറഞ്ഞ് പറഞ്ഞ് മുഴുമിപ്പിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല, എങ്കിലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇനി നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ചാറ് നല്ല കട്ടിയുള്ള ഒരു ഗ്രേവി ആയിട്ട് ഇപ്പോൾ മാറും. ഇതേപോലെ അങ്ങോട്ട് ഇരിക്കും. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വേകാനുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചാറ് കറിയല്ല, ഒരു മീൻ കറിയാണ്. അപ്പോൾ മീൻ കറിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ് കുറച്ച്, അതായത് ചാറ് വറ്റിച്ചുണ്ടാകുന്ന മീൻ കറിക്ക് രുചി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കും അതൊരു സ്പെഷ്യൽ രുചിയാണല്ലോ, മറ്റൊരു രുചിയാണ്. അപ്പോൾ നമുക്ക് ചാറ് കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചാറ് ഒഴിച്ച് കഴിക്കാം. പക്ഷേ ഇതേപോലെ തന്നെ മുളകിട്ടത് ഉണ്ടാക്കുമ്പോൾ, മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ മീൻ തിളപ്പിച്ചതോ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ചാറ് കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീനും ആ ചാറും കൂടി കഴിക്കാനായിട്ട് അത് വളരെ കുറച്ച് മതിയാവും. എങ്കിലും അതിൻ്റെ രുചി ഒരു ഒന്നൊന്നര രുചിയായിരിക്കും. അപ്പോൾ നമ്മളുടെ ചാറൊക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ച് മറിഞ്ഞ് നല്ല ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിന് നല്ല സ്പെഷ്യലായിട്ടൊരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയുടെയും ഉള്ളിയുടെയും ഒക്കെ ഒരു ഗന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ സ്പെഷ്യൽ തന്നെയാണ്. ഇനി നമുക്ക് മീനൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മീനും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് അതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് വിതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിവനെ കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വെച്ചൊക്കെ ഒന്ന് വേവിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചാറൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഏതാണ്ട് ഇപ്പോൾ ചാറ് ഇപ്പോൾ വറ്റി വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ചെറിയ തീയിൽ ഒന്നിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം എടുക്കരുത്, കുടിപ്പിണ്ട് 1-2 മിനിറ്റ് മാത്രം മതിയാവും. കാരണം ഈ മീനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ്. പിന്നീട് ബാക്കി നമ്മളുടെ ആ ചെറിയ ചൂടിൽ തന്നെ ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്കാണ് മീനിന് എപ്പോഴും മീൻ്റെതായിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ രുചി വരുന്നത്. നമ്മളുടെ മീനിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലതുപോലെ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ മീൻ കറി. അപ്പോൾ ഈ മീൻ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ്, ഇപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയുന്ന ഒരു രുചികരമായിട്ടുള്ള ഒരു മീൻ കറി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലെയുള്ള ഒരു മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീനൊക്കെ കിട്ടാത്ത സമയത്ത് നമ്മുടെ നാട്ടു മീനൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇതേപോലെ തന്നെ പള്ളത്തിയും പിലോപ്പിയും അതേപോലെ തന്നെ കരിമീൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ ധാരാളമായിട്ട് നമുക്ക് വരുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും ഇതേപോലുള്ള ഒരു മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും
ഈ ഒരു മീൻ കറി ഇഷ്ടമാകും. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ പുട്ടിൻ്റെ ഒപ്പമോ ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ചാറ് ഇത്തിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തൊട്ട് നക്കാണെങ്കിൽ പോലും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻ കറി തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തീർച്ചയായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻ കറി ഇഷ്ടമാകും. സ്നേഹത്തോടെ അല്ലു.